തിരുവനന്തപുരത്ത് മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലി മന്ത്രി പി രാജീവിനൊപ്പം മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മറ്റു തരത്തിലുള്ള നടപടികൾ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വഴി സ്വീകരിക്കാൻ സർക്കാർ ശരിയായ രൂപത്തിൽ ഇടപെടുകയും ചെയ്യും. അത്തരം രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരും നിയമത്തിന്റെ പരിധിയിൽ വരണം. കാരണം കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ ബോധപൂർവം സഹായിക്കുന്നവരും കുറ്റവാളികളായി തന്നെയാണ് നമ്മുടെ നിയമം പരിഗണിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതും പോലീസ് അന്വേഷിക്കേണ്ടതാണ്. പൊതുവെ അഭിഭാഷകർക്കിടയിൽ ഒരു സമീപനം വരുന്നത്, അഭിഭാഷകരൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു പ്രതിരോധം വരും. പക്ഷെ ഇത് അഭിഭാഷകയെ ആക്രമിച്ച കേസിലാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടിയും ഇല്ലാതെ അഭിഭാഷകയ്ക്കൊപ്പമാണ് അഭിഭാഷക സമൂഹം നിൽക്കേണ്ടത്. എനിക്ക് തോന്നുന്നു പൊതുവെ ഇവിടുത്തെ അഭിഭാഷക സമൂഹം ഇവർക്കൊപ്പം തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം തന്നെ നോക്കേണ്ടതാണ്. രക്ഷപ്പെടാൻ സഹായിച്ചവരുണ്ടെങ്കിൽ അതിന് നിയമത്തിന്റെ മുൻപിൽ അവർ കുറ്റവാളികളെ തന്നെ കാണാൻ കഴിയൂ. അത് ഞാൻ പറഞ്ഞ തെറ്റായ നടപടി അതിനകത്തുണ്ട്. പ്രത്യേകിച്ചും അഭിഭാഷകർ ചില ഘട്ടങ്ങളിൽ അവരുടേതായ പ്രതിരോധങ്ങളൊക്കെ തീർക്കാറുണ്ട്. കോടതി തന്നെ ചില സന്ദർഭങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അഭിഭാഷക തന്നെയാണ്, ഒരു വനിതാ അഭിഭാഷക ഈ രൂപത്തിൽ ആക്രമണത്തിന് വിധേയരാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം മറന്ന് അഭിഭാഷക സമൂഹം ഇവർക്കൊപ്പമാണ് നിലയുറപ്പിക്കേണ്ടത്. അല്ലാതെ നടന്നിട്ടുള്ള സംഗതികളെല്ലാം തെറ്റായ രൂപത്തിൽ തന്നെയാണ് കാണേണ്ടത്. നേരത്തെയും സമാനമായ രീതിയിൽ സമയത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കാരണങ്ങളെല്ലാം പുറത്തു പറഞ്ഞില്ല. പക്ഷെ ഇയാൾ ഇങ്ങനെ നിരന്തര പ്രശ്നക്കാരനാണ് എന്നുള്ള ഒരുപാട് കാര്യം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ബാർ കൗൺസിൽ മാറ്റി നിർത്താൻ അപ്പുറത്തേക്ക് മറ്റെന്ത് നിയമങ്ങൾ സ്വീകരിക്കുക? അല്ല, പോലീസ് ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അത് ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് അന്വേഷണത്തിന്റെ സന്ദർഭത്തിൽ ഇപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും പരാതികൾ വരികയാണെങ്കിൽ ആ പരാതികൾ ഗൗരവമായി തന്നെ പോലീസ് പരിഗണിക്കും. ബാർ കൗൺസിൽ അതിന് അഡ്വക്കേറ്റ്സ് ആക്ടിനനുസരിച്ച് സാധ്യമാകാവുന്ന രൂപത്തിലുള്ള പരിശോധന നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അത് അവരോട് ആ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. അല്ല, അഭിഭാഷകർ ഞങ്ങളോട് ഇപ്പോ എറണാകുളത്ത് ചേർന്ന സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള മുഖാമുഖത്തിൽ അഭിഭാഷകർ ആവശ്യപ്പെട്ടത് അഭിഭാഷകർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്ന നിയമം ചില സംസ്ഥാനങ്ങളിൽ പാസ്സാക്കിയിട്ടുണ്ട്. സമാനമായ നിയമം കേരളത്തിലും പാസ്സാക്കേണ്ടതുണ്ട് എന്നാണ് അവിടെ വന്നൊരഭിപ്രായം. അപ്പൊ ഞങ്ങൾ പറഞ്ഞ അതെല്ലാം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് ചെയ്തതെന്ന് പരിശോധിക്കാം, എന്നിട്ട് ഉചിതമായ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രിയും അവിടെ മറുപടി പറഞ്ഞത്. ഇത് വേറെ സംഗതിയാണ്. അഭിഭാഷകർക്ക് നേരെ അഭിഭാഷകർ തന്നെ, അതും ജൂനിയർ അഭിഭാഷകർക്ക് നേരെ സീനിയർ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇത് പക്ഷെ പൊതുവായൊരു പ്രശ്നമല്ല, ഇത് പക്ഷെ വളരെ ഗൗരവമായതാണ്. പ്രത്യേകിച്ചും നേരത്തെയൊക്കെ സീനിയർ അഭിഭാഷകർ ജൂനിയർ അഭിഭാഷകർക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഗണിച്ചിട്ടാണ് ഗവൺമെന്റ് തന്നെ ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയത്. സീനിയർ അഭിഭാഷകർക്ക് നേരെ ഇത്തരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അതും ബാർ കൗൺസിലിനോട് അത് പരിശോധിക്കാനും അതിനകത്ത് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ബാർ കൗൺസിൽ പുറപ്പെടുവിക്കേണ്ടതുണ്ടോ എന്ന കാര്യം അവരോട് പരിശോധിക്കാനും ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സർക്കാർ ഓഫീസുകളിലാണ് ഇന്റേണൽ കമ്മിറ്റികൾ വരുന്നത്. ഇത് അഭിഭാഷക സമൂഹം യഥാർത്ഥത്തിൽ ബെഞ്ച് ആൻഡ് ബാർ എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ ഉള്ള സംവിധാനങ്ങൾ കൂടാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ എന്നുള്ളത് പരിശോധിക്കാം നമുക്ക്. ഓക്കെ.